ഹലോ അസ്സാം വലൈക്കും. ഇഫ്താർ സ്പെഷ്യലായിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഓറഞ്ച് പോളിയുടെ റെസിപ്പി ആട്ടോ ഇത്. സിട്രസ് ഓറഞ്ച് ഉണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഞാനൊരു സിട്രസ് ഓറഞ്ച് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ നല്ല സോഫ്റ്റായി കിട്ടാനാണ്. നമുക്ക് വേണമെങ്കിൽ കുക്കറിൽ ഇതൊന്ന് ഇട്ട് ഒരു 2 വിസിൽ വരുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റ് വേവിച്ചതിന് ശേഷം അതിൻ്റെ ചൂടൊക്കെ ഒന്ന് പോയി കഴിഞ്ഞാൽ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഈ ഒരു ഭാഗത്തെ ഈ വൈറ്റ് പാർട്ടും കുരുവൊക്കെ കളയാം. അപ്പോൾ ഇതാ എല്ലാം കളഞ്ഞിട്ടുണ്ട്. ഇനി ഈ ഒരു തൊലിയോട് കൂടി തന്നെ മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ടോട്ടൽ 5 മുട്ടയാണ് വേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ ഈ ഓറഞ്ചും ഒരു മുട്ടയും ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഓറഞ്ചൊക്കെ നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള 4 മുട്ടയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സിയിലൊന്ന് അരച്ചെടുക്കാം. ഇനി ഇതിലേക്കൊരു 4 ടീസ്പൂണോളം പാൽപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേറെ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കായോ വാനില എസൻസോ ഒന്നും ചേർക്കുന്നില്ല. ഈ ഓറഞ്ചിൻ്റെ ടേസ്റ്റ് തന്നെ നല്ല രസമാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഗീ ചേർത്ത് കൊടുക്കുക. ഗീ എല്ലാ ഭാഗത്തുനിന്നും സ്പ്രെഡ് ആയതിനു ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു ഓറഞ്ച് ബാറ്റർ ചേർത്ത് കൊടുക്കുക. അടി പെട്ടെന്ന് കരിയുന്നതുകൊണ്ട് അടിയിലൊരു പഴയ പാൻ വെച്ച് അതിന് മുകളിലാട്ടോ സോസ് പാൻ വെക്കുന്നത്. ഇനി കുറച്ചൊന്ന് സെറ്റായി കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് മുകളിൽ എന്തെങ്കിലും ഡെക്കറേറ്റ് ചെയ്യാം. അണ്ടിപ്പരിപ്പ് വെച്ചിട്ടോ ഞാനിപ്പോൾ ബദാം വെച്ചിട്ടാട്ടോ ഡെക്കറേറ്റ് ചെയ്യുന്നത്. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 20 മിനിറ്റ് കുക്ക് ചെയ്തെടുത്താൽ മതി. നമ്മുടെ ടേസ്റ്റിയും സോഫ്റ്റും വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഓറഞ്ച് പോളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് വീണ്ടും നല്ല റെസിപ്പി ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും.